പടത്തിൽ അഭിനയിച്ചിട്ടുള്ള മനോജ് എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരുടെ സിനിമ കണ്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു, അടിപൊളി. ആ ഒരു സെന്റിമെന്റ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റി. രണ്ടാമത്തെ പടം കേട്ടോ, രണ്ടാമത്തെ പടമാണ് പുള്ളിയുടെ. അത് മനോജിന്റെ ക്യാരക്ടർ എങ്ങനെയുണ്ടായിരുന്നു? സുഹൃത്തിനെ ചെയ്തിട്ടുള്ള എന്റെ അളിയനാണ്. ഭയങ്കര സന്തോഷമുണ്ട് കണ്ടപ്പോ. സ്ക്രീനിൽ കാണുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര സന്തോഷമുണ്ട്. കൊള്ളാം. അടുത്ത പടത്തിലൂടെ ഉണ്ട് ഇനിയിപ്പോ നെക്സ്റ്റ് പടം വരുന്നൊരു സംഭവം. പടം നല്ല നല്ല രസമായിട്ടില്ലേ? നിങ്ങൾ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു പടം. പടം പടം എല്ലാരും കാണണം, അത് തന്നെ പറയാനുള്ള. പ്രേക്ഷകരുടെ സിനിമ കണ്ടതിന് ശേഷം എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് സത്യം പറഞ്ഞാൽ വാക്കുകൾ വരുന്നില്ല. ആദ്യത്തെ സിനിമയാണ്. റിസൾട്ട് നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. കണ്ടിരുന്നു സിനിമ? ഞാൻ അവരെ കൂടെ ഇരുന്ന പ്രതീക്ഷ പോലെ തന്നെ സിനിമ തീർച്ചയായും സിനിമയിൽ എല്ലാവർക്കും കണക്ട് ആയിട്ടുണ്ടെന്നാണ് വിശ്വാസം. ബാക്കി ഇനി പ്രേക്ഷകർ തീരുമാനിക്കും. കണ്ടിറങ്ങിയവരെല്ലാവരും പറയുന്നത് ജോർജ് ചേട്ടന്റെ ഒക്കെ ഒരു വേറിട്ട കഥാപാത്രമായിരുന്നു. തീർച്ചയായും നമ്മുടെ കാസ്റ്റിങ്ങിലൊക്കെ വളരെ അങ്ങനെ തന്നെ ശ്രദ്ധിച്ച് അത്ര എന്താ പറയുക, ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു കാസ്റ്റിംഗ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിൽ തന്നെയാണ് ഇവരെല്ലാവരും കൊണ്ടുവന്നത്. എല്ലാവരും നന്നായിട്ട് നീതി പുലർത്തിയെന്ന് പ്രതീക്ഷിക്കും. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ഒരു ആഫ്റ്റർ ഡെത്ത് പോലത്തെ ഒരു കൺസെപ്റ്റ് ഒക്കെ വരുമ്പോഴത്തേന് റീസൺ ആയിട്ട് ഇറങ്ങി സർവമായിട്ടൊക്കെ എന്തെങ്കിലും റിലേഷൻ നമ്മൾ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മരണം ആക്ച്വലി ഒരുപാട് പേർക്ക് ലോസ് ഉണ്ടാകുമ്പോൾ മരണം ചിലവർക്ക് നേട്ടം ഉണ്ടാകുന്ന രീതിയിൽ അങ്ങനെ പോകുന്നൊരു സബ്ജക്റ്റാണ്. നമ്മൾ അങ്ങനെ ഒരു ഫാൻറ്റസി അങ്ങനെ ഒരു സംഭവമല്ല പറഞ്ഞെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഫണ്ണും പരിപാടികളെല്ലാം മാത്യുവിന്റെ ദേവികയുടെ ഒക്കെ പെർഫോമൻസ് കൊണ്ട് എല്ലാം കൊണ്ട് പ്രേക്ഷകരെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതെ എന്ന് പ്രതീക്ഷിക്കുന്നു. ശരി, താങ്ക് യു.